الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين باب إطعام الملوك مما يأكل وإلباسه مما يلبس പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലെ അംഗീകൃതമായ ഒരു സമ്പ്രദായമാണ് അടിമത്ത സമ്പ്രദായം. അത് നിരോധിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ അടിമത്ത വ്യവസ്ഥിതി ഈ സമൂഹത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യാൻ വളരെ കൃത്യമായ പ്ലാൻ പദ്ധതി ആവിഷ്കരിച്ച ഒരു മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അതിൻ്റെ തുടക്കക്കാരൻ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. അടിമത്ത വ്യവസ്ഥിതി പൂർണ്ണമായും നിഷ്കാസനം ചെയ്യാതെ വളരെ യുക്തിസഹമായ രൂപത്തിൽ, തന്ത്രപരമായ രൂപത്തിൽ ആ വ്യവസ്ഥിതി ഇല്ലായ്മ ചെയ്തു എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അഥവാ മനുഷ്യർക്കിടയിലെ വിവേചനങ്ങൾ പാടില്ല എന്ന തത്വത്തിൽ നിന്ന് തുടങ്ങി അടിമകളെ മനുഷ്യരായി പരിഗണിച്ച് അവർക്ക് സ്ഥാനങ്ങളും അധികാരങ്ങളും നൽകി സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള തന്ത്രപരമായ ഒരു പദ്ധതിയാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നത്. അങ്ങനെ പൂർണ്ണമായും അടിമത്ത വ്യവസ്ഥിതിയെ ഇല്ലായ്മ ചെയ്തു. അതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസാണ് ഹദീസു അബീദർ, സ്വഹാബിയായ അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ്. അനിൽ മഅ്മൂർ എന്ന സ്വഹാബിയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്. അദ്ദേഹം പറയാം, ലഖീതു അബൂദർ. മഅ്മൂർ പറയാണ്, അബൂദർ എന്ന സ്വഹാബിയെ ഞാൻ കണ്ടു റബ്ദ എന്ന സ്ഥലത്ത് വെച്ച്. ആ സമയത്ത് അലൈഹി ഹുല്ലത്തുൻ, അദ്ദേഹത്തിന്റെ തലയിൽ വലിയൊരു ചുമടുണ്ട്, ഒരു ഭാണ്ഡക്കെട്ട്. വല ഉലാമിഹി ഹുല്ലത്തുൻ, അതുപോലെ അബൂദറിന്റെ ഒരു അടിമ, ആ അബൂദറിന്റെ അടിമയുടെ തലയിലും ഒരു ഹുല്ലത്തുണ്ട്, ഒരു ഭാണ്ഡക്കെട്ടുണ്ട്. സാധാരണഗതിയിൽ ഉടമയുടെ തലയിൽ അങ്ങനെ ഭാണ്ഡക്കെട്ട് ഉണ്ടാവില്ല, അതും കൂടി അടിമയുടെ തലയിലാണ് വെക്കുക. ഇത് അടിമ എന്താണോ ചുമന്നത് അതേപോലെ തന്നെ ഉടമയായ അബൂദർ എന്ന സഹാബിയും ചുമന്നിരിക്കുന്നു. ഈ കൗതുക കാഴ്ച കണ്ട് മഅ്മൂർ ചോദിച്ചു, ഫസഅൽതുഹു അൻ ദാലിക, എന്താണ് ഇങ്ങനെ കാണാറില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് സ്വഹാബിയായ അബൂദർ പറഞ്ഞു, ഇന്നി സബബ്തു റജുലൻ ഫഗയ്യർതുഹു ബിഉമ്മിഹി. ഒരിക്കൽ എൻ്റെ അടിമയെ ഞാൻ ചീത്ത പറഞ്ഞു. എങ്ങനെ ചീത്ത പറഞ്ഞു? അടിമയുടെ ഉമ്മയെ ചേർത്ത് വെച്ച് ആക്ഷേപ സ്വരത്തിലാണ് അടിമയെ ഞാൻ ചീത്ത പറഞ്ഞത്. ആ സമയത്ത് ഫഖാല ലി അന്നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, യാ അബൂദർ, അബൂദറെ, ഗയ്യർതഹു ബിഉമ്മിഹി, അടിമ എന്ന് കരുതിയിട്ട് ഉമ്മയെ ചേർത്ത് വെച്ച് നീ ആക്ഷേപിച്ചോ. ഇന്നക ഇംറഉൻ ഫീക ജാഹിലിയ്യ, നിന്നിൽ ഇപ്പോഴും ഒരു ജാഹിലിയ്യത്ത്, ഒരു വിവരക്കേടുണ്ട്. ആ വിവരക്കേട് ഉണ്ടാകാൻ പാടില്ല. ഇഖ്വാനുക്കും ഖവലുക്കും, ഈ അടിമകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ സഹോദരന്മാരാണ്. ഇഖ്വാനുക്കും, നിങ്ങളുടെ സഹോദരന്മാരാണ്. ഖവലുക്കും, പക്ഷേ നിങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യുന്നു എന്ന് മാത്രം. ജഅലല്ലാഹു തഹ്ത ഐദീഹിക്കും, നിങ്ങളുടെ കീഴിലായി അല്ലാഹു തആല അവരെ കൊണ്ടുവന്നു എന്ന് മാത്രം. ഫമൻ കാന അഖൂഹു തഹ്ത യദിഹി, അതുകൊണ്ട് ഇനി മുതൽ നിങ്ങളുടെ കീഴിലുള്ള അടിമയോട് നല്ല രൂപത്തിൽ നിങ്ങൾ പെരുമാറണം. ഫൽയുതിഉഹു മിമ്മാ യഅകുലു, നിങ്ങൾ എന്താണോ ഭക്ഷിക്കുന്നത് അതവർക്ക് കൊടുക്കണം. വൽയുൽബിസുഹു മിമ്മാ യൽബസ്, നിങ്ങൾ എന്താണോ ധരിക്കുന്നത് അത് അവരെ ധരിപ്പിക്കണം. വലാ തുകല്ലിഫൂഹു മാ യഗ്ലിബുഹും, അവർക്ക് അസാധ്യമായത് അവരെ കൊണ്ട് ചെയ്യിക്കാൻ പാടില്ല. നിങ്ങളുടെ സഹോദരനായി, സ്നേഹിതനായി, നിങ്ങളുടെ
കീഴിലുള്ള ഒരു തൊഴിലാളിയായി മാത്രം അവരെ നിങ്ങൾ പരിഗണിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അടിമയായിട്ടും അദ്ദേഹത്തിന്റെ ചുമലിൽ ഒന്നും എൻ്റെ ചുമലിൽ ഒന്നും ബാണ്ടക്കെട്ട് എന്ന് മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു മഅ്മൂറിനോട് പറയുകയാണ്. അവിടെയാണ് നേരത്തെ നാം സൂചിപ്പിച്ച അടിമയെ ഒരു കേവലം അടിമയായി കാണാതെ സാഹോദര്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി കണ്ടുകൊണ്ട് അവരെ മാനുഷികമായ പരിഗണന അവർക്ക് നൽകിയിട്ട് സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് കൊണ്ടുവന്ന ഒരു ചിത്രം. അല്ലാഹു തആല പറയപ്പെട്ട കാര്യം നാഫിയായി നമ്മൾ കബൂൽ ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.